പ്രിയപ്പെട്ട ഫോർച്യൂൺ ഫാമിലി മെമ്പേഴ്സ്, എൻ്റെ സുഹൃത്തുക്കളെ, ഈ 2 മാസമായി ദേവ ബിൽഡേഴ്സ് എന്ന് പറയുന്ന ഒരു അംഗീകാരവുമില്ലാത്ത സ്ഥാപനത്തിൻ്റെ ഉടമസ്ഥന് എൻ്റെ വീട്ടിലേക്ക് ആസിഡ് ബൾബ് എറിഞ്ഞ് എന്നെ വധിക്കാൻ ശ്രമിച്ച കേസിലെ പ്രതിയുമായ കേശവദേവും ഞാനും തമ്മിൽ യൂട്യൂബ് മുഖാന്തരം അല്ലാതെയും പല നിലപാടുകളും വ്യക്തമാക്കുന്നു. എന്താണ് ഈ നിലപാടിൻ്റെ കാര്യം എന്നതിനെക്കുറിച്ച് 4 വിഷയങ്ങൾ ഞാൻ സംസാരിച്ച് ഈ വിഷയം ഇന്നു മുതൽ ഇവിടെ വിരാമമിടുകയാണ്. 1, AP കേശവദേവിന് ഏബിൾ വിസാഖ് ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡ് ഞങ്ങളുടെ കമ്പനി 7 കോടി കൊടുക്കാനുണ്ടെന്ന് പറഞ്ഞ് ഒരു സിവിൽ കേസ് നിലനിൽക്കുന്നുണ്ട്. ആദ്യത്തെ സിവിൽ കേസ് തള്ളിപ്പോവുകയും രണ്ടാമത് അതിൻ്റെ നിശ്ചിത ശതമാനം കോടതിയിൽ കെട്ടിവെച്ചതിന് ശേഷം വീണ്ടും കേസ് കൊടുത്തിട്ടാണ് ആ കേസ് ഇപ്പോൾ നിലനിന്ന് പോകുന്നത്. അതിൽ കേശവദേവ് ഉന്നയിക്കുന്ന കാര്യങ്ങൾ 12 കോടി രൂപയ്ക്കാണ് വർക്ക് കൊടുത്തത്. അതിൽ 5 കോടി 40 ലക്ഷം രൂപ കൊടുത്തു. ഇനി എനിക്ക് അതിൽ 7 കോടി കിട്ടാനുണ്ടെന്നാണ് കേശവദേവിൻ്റെ സ്റ്റാൻഡ്. ആദ്യം തന്നെ ആ സ്റ്റാൻഡിനുള്ള മറുപടി പറയാൻ ഞാൻ ബാധ്യസ്ഥനാണ്. 5 കോടി 40 ലക്ഷം രൂപ കൊടുത്തു എന്നതിൽ കേശവദേവിന് തർക്കമില്ല. ഇനി തർക്കിച്ചിട്ടും അതിന് പ്രത്യേകിച്ച് ഉപകാരമില്ല. കാരണം ഞങ്ങൾ കേശവദേവിൻ്റെ ബാങ്ക് അക്കൗണ്ടിലേക്കാണ് പണം കൊടുത്തിട്ടുള്ളത്. അതിന് സെസ് അടച്ചിട്ടില്ല, ലേബർ ടാക്സ് അടച്ചിട്ടില്ല, ഒരു കാര്യവും ചെയ്തിട്ടില്ല. അതിൻ്റെ പണിഷ്മെൻറ്റ് വന്നത് ഞങ്ങളുടെ കമ്പനിക്കാണ്. ഞങ്ങളുടെ കമ്പനിയാണ് അതും അടച്ചിട്ടുള്ളത്. അതാണ് 5 കോടി 40 ലക്ഷത്തിൻ്റെ കഥ. പിന്നെ 7 കോടി കൊടുക്കാനുണ്ടെന്നാണ് കേശവദേവ് പറയുന്നത്. കേശവദേവ് 2001 2017 വർക്ക് ആരംഭിച്ച് പിന്നെ കോവിഡും കാലഘട്ടവും കാര്യങ്ങളൊക്കെ വരുന്നതിന് മുമ്പ് പ്രളയം വിഷയങ്ങളെല്ലാം കഴിഞ്ഞ് 2019, 20, 2021 കാലഘട്ടത്തിലാണ് നമ്മൾ ഈ പണി ആരംഭിക്കുന്നത്. 2020 ലാസ്റ്റോട് കൂടി തന്നെ കേശവദേവിന് നമ്മൾ നോട്ടീസ് അയച്ചു. നിങ്ങൾ പറഞ്ഞിട്ടുള്ള ഫൗണ്ടേഷനും അതിനോടനുബന്ധിച്ച് വന്നിട്ടുള്ള കോളങ്ങളും ഗ്രൗണ്ട് ഫ്ലോർ ഉണ്ടായിട്ടുള്ള വ്യത്യാസങ്ങളും. ഗ്രൗണ്ട് ഫ്ലോർ പണിതിട്ടുള്ള 2 സ്റ്റെപ്പായിട്ടാണ്. 2 ഫ്ലോറുമാരിയാണ് ഗ്രൗണ്ട് ഫ്ലോർ കോൺക്രീറ്റ് ചെയ്തിട്ടുള്ളത്. പ്ലെയിൻ വാർപ്പ് ഞങ്ങൾ ഹൈപ്പർ മാർക്കറ്റ് വരുന്ന സ്ഥലമാണ്. അത് ആർക്കും ഇപ്പോഴും എപ്പോഴും ഒന്ന് പരിശോധിക്കാം. അതേപോലെ ബേസ്മെൻറ്റ് ഫ്ലോർ എന്ന് പറയുന്നത് ഞങ്ങൾ പാർക്കിങ്ങിന് വേണ്ടി എടുത്തിട്ടില്ല. ദൈവം സഹായിച്ചാൽ വണ്ടി പാർക്ക് ചെയ്യാൻ പറ്റില്ല, കാറുകളല്ലാതെ. അങ്ങനെയുള്ള കുറേ മിസ്റ്റേക്കുകൾ ഞങ്ങളുടെ ഭാഗത്തുള്ള എഞ്ചിനീയർമാരും മറ്റു നമ്മുടെ ബന്ധത്തിൽപ്പെട്ട എഞ്ചിനീയർമാരും പരിശോധിച്ച അടിസ്ഥാനത്തിലാണ് അദ്ദേഹത്തിന് മെയിൽ അയച്ചത്, നോട്ടീസ് അയച്ചു. അദ്ദേഹം വീണ്ടും അതെല്ലാം ക്ലിയറാക്കി നന്നാക്കി ക്ലിയറായി സ്റ്റെപ്പ് എടുത്ത് മുന്നോട്ട് പോകാമെന്ന് പറഞ്ഞ് വീണ്ടും ഞങ്ങളൊരു എഗ്രിമെൻറ്റ് പുതുക്കി എഴുതി. നിലവിലെ എഗ്രിമെൻറ്റ് ക്യാൻസൽ ചെയ്യാതെ തന്നെ അത് നിലനിർത്തിക്കൊണ്ട് വീണ്ടും എഗ്രിമെൻറ്റ് കൂടി എഴുതി. അത് രണ്ടും ഈ എഗ്രിമെൻറ്റിൽ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ പിന്നീട് തുടങ്ങിയ ഫസ്റ്റ് ഫ്ലോർ തുടങ്ങിയ ആ വർക്ക് വളരെ മോശമായി പിന്നീട് മാറുകയും ഇതിൻ്റെ 4 ഫ്ലോറിനുള്ള കോളങ്ങൾ ഫില്ലറുകൾ വാർക്കുമ്പോൾ അതെല്ലാം ബെൻഡായി വളഞ്ഞു നിൽക്കുന്ന ഒരു സാഹചര്യം വരികയും പബ്ലിക്കിൻ്റെ അടുത്ത് പോലും പരാതികൾ വന്നപ്പോൾ ഞങ്ങൾ അദ്ദേഹത്തെ കേവിയേറ്റ് കോടതിയിൽ ഫയൽ ചെയ്തിട്ടാണ് ഞങ്ങൾ അദ്ദേഹത്തെ പുറത്താക്കിയത്. ഈ കേശവദേവ് എന്ന് പറഞ്ഞ വ്യക്തിയെ ഞങ്ങൾ പുറത്താക്കി. ഈ ദേവ ബിൽഡേഴ്സും ഞങ്ങൾ തമ്മിൽ യാതൊരു ബന്ധങ്ങളില്ലെന്നും നിലവിൽ സാഹചര്യം വെച്ച് അദ്ദേഹം ഒരു ഡിപ്ലോമക്കാരനാണെന്നും അദ്ദേഹം ബിടെക് എഞ്ചിനീയർ അല്ലെന്നും ഞങ്ങളെയും ജനങ്ങളെയും ഞങ്ങളുടെ സാധനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചാണെന്നും കൃത്യമായിട്ട് പറഞ്ഞിട്ട് തന്നെയാണ് നമ്മൾ അദ്ദേഹത്തെ പുറത്താക്കിയത്. അത് ടൈംസ് ഓഫ് ഇന്ത്യ, ഇന്ത്യൻ എക്സ്പ്രസ്, ഹിന്ദു, മലയാള മനോരമ, മാതൃഭൂമി, സുപ്രഭാതം, മാധ്യമം എന്നീ പ്രമുഖ പത്രങ്ങളിലെല്ലാം, ദേശാഭിമാനി അടക്കമുള്ള പ്രമുഖ പത്രങ്ങളിലെല്ലാം
ഞങ്ങൾ അറിയിപ്പ് കൊടുത്തിട്ടാണ് പുറത്താക്കിയിട്ടുള്ളത്. ഇങ്ങനെയുള്ള ഒരു കമ്പനിക്കെതിരെ ഇന്ന് വരെ കേശവ ദേവനുമായ നഷ്ടത്തിന് പോയിട്ടില്ല. ഇപ്പം ഇനി പോകാൻ പറ്റില്ലായിരിക്കാം, അന്നൊന്നും പോയിട്ടില്ല. അതേപോലെ കേശവ ദേവിൻ്റെ 50 ലക്ഷം രൂപയുടെ ചെക്ക്, സെക്യൂരിറ്റി ചെക്ക് ഞങ്ങളുടെ കയ്യിലുണ്ട്. ഡേറ്റ് ഇടാത്ത സെക്യൂരിറ്റി ചെക്ക് ഇപ്പോഴും ഞങ്ങൾ കൈവശമുണ്ട്. പക്ഷെ ഞങ്ങളുടെ ഒരു മര്യാദ വെച്ച് കേശവ ദേവിൻ്റെ വർക്ക് ചെയ്യുന്ന മെറ്റീരിയലുകളും സാധനങ്ങളെല്ലാം കൊണ്ടുപോകാൻ ഞങ്ങൾ അനുമതി കൊടുത്ത് കൊണ്ടുപോയി. കേസുകൾ നല്ല രീതിയിൽ നടക്കുന്നു. കോടതി നേരിട്ട് കമ്മീഷനെ വെച്ചു ഇത് പരിശോധിക്കാൻ. നേരിട്ട് കോടതി ഞങ്ങളുടെയും കേശവദേവിൻ്റെയും ഭാഗം കേൾക്കാതെ കോടതി നേരിട്ട് കമ്മീഷനെ വയ്ക്കുക. കമ്മീഷൻ 7 ദിവസം അത് പരിശോധിക്കാൻ സമയമെടുത്ത ആ 7 ദിവസം ആളുടെ വർക്കുകൾ നിർത്തിവെക്കുകയും ചെയ്തു. അതുവരെ കേശവദേവ് എടുത്ത എല്ലാ വർക്കുകളുടെ ഫോട്ടോയും സ്കെച്ചും പ്ലാനും എല്ലാം അവിടെയുണ്ട്. അതും കമ്മീഷൻ പരിശോധിച്ച് അതെല്ലാം കേശവദേവ് നിർത്തിയ സ്റ്റെപ്പ് എടുത്ത് അതങ്ങോട്ട് കോടതിയിൽ കമ്മീഷൻ ഫയൽ ചെയ്തിട്ടുണ്ട്. എല്ലാം അതുവരെ ഏതെല്ലാം വർക്ക് നടന്നു. ആ വർക്ക് നടന്ന കാര്യത്തിൽ കമ്മീഷൻ റിപ്പോർട്ടിൻ്റെ കാര്യത്തിലൊന്നും ഞങ്ങൾക്കൊരു തർക്കങ്ങളില്ല. കാരണം പണിയെടുത്ത പൈസയല്ലേ ഞങ്ങൾ കൊടുക്കണ്ടോ. പണിയെടുത്ത പൈസ കൊടുത്തു എന്നുള്ളത് ഞങ്ങൾക്ക് ഉറപ്പുണ്ട്. കമ്മീഷൻ പറഞ്ഞ റിപ്പോർട്ട് എന്തോ ആവട്ടെ, ഞങ്ങളത് മുന്നോട്ട് കൊണ്ടുപോകാൻ തയ്യാറാണ്. കമ്മീഷനും കേശവദേവിന് 7 കോടി കൊടുക്കാണ്ടെന്ന് പറഞ്ഞിട്ടില്ല. 1 കോടി ചില്ലറ കേശവദേവിന് കൊടുക്കാണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇതിൻ്റെ സ്ട്രക്ചർ ഡ്രോയിങ് സമയത്ത് നൽകിയിട്ടില്ല. അതേപോലെ തന്നെ ഇതിൻ്റെ സ്ട്രെങ്തനിങ്ങിൽ കമ്മീഷന് സംശയമുണ്ട്. അത് പുനഃപരിശോധിക്കണം എന്നെല്ലാം കമ്മീഷൻ റിപ്പോർട്ടിൽ പറഞ്ഞിട്ടുണ്ട്. ഞങ്ങളാണ് 2ാം പ്രാവശ്യം 1.5 കോടി രൂപയോളം ചിലവാക്കി അതിന് സ്ട്രെങ്തനിങ് കൊടുത്തത്. ആ കോളങ്ങൾ നിങ്ങൾ വന്നാൽ പരിശോധിച്ചറിയാം. ബീമുകളിലിട്ട് ഞങ്ങൾ വീണ്ടും സ്ട്രെങ്തനിങ് കൊടുത്തു. കാരണം ഇദ്ദേഹത്തിന് പണി അറിയില്ല എന്നുള്ളതാണ് ഒരു സത്യം. ഇദ്ദേഹത്തിൻ്റെ പേരിൽ പലരും നിരവധി സിവിൽ കേസിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇതിൻ്റെ പിന്നിൽ നടന്ന ഈ ബിൽഡിംഗ് പണിയുമായി നടന്ന സംഭവങ്ങൾ. ഈ ബിൽഡിങ്ങുമായി ഇങ്ങനെ നടന്ന സംഭവങ്ങൾ നടന്നുവെങ്കിലും ഇദ്ദേഹം നമ്മോട് കാണിച്ച രീതികളെല്ലാം വളരെ മോശമാണ്. അതിലേക്കാണ് ഞാൻ അടുത്ത ഘട്ടം കിടക്കുന്നത്. അപ്പോൾ കേശവദേവിനെ സംബന്ധിച്ചോളം ടൗൺ പ്ലാനിങ്ങിൽ നിന്ന് പോലും ഈ ഫയൽ പാസ്സാക്കിയത് കേശവദേവല്ല, ഞങ്ങളാണ്, ഞങ്ങളുടെ മറ്റ് എഞ്ചിനീയർമാരാണ്. കേശവദേവ് ഞങ്ങൾക്ക് ബേസ്മെൻറ്റ് ഫ്ലോറ്, ഫസ്റ്റ് ഫ്ലോറ്, ബേസ്മെൻറ്റ് ഫ്ലോറ്, ഗ്രൗണ്ട് ഫ്ലോറ്, ഫസ്റ്റ് ഫ്ലോർ, ഈ 3 ഫ്ലോറും വാർത്ത് കോൺക്രീറ്റ് ചെയ്ത് തന്നു. ഒരു ഫ്ലോർ വാർക്കാൻ ചിലവായിട്ടുള്ള 18 ലക്ഷം രൂപയാണ്. പിന്നെ 4 ഫ്ലോറുള്ള കോളും വാർത്ത് തന്നു. ഇതല്ലാതെ കേശവദേവ് ഫോർച്യൂൺ മാളിൽ ദൈവം സാക്ഷിയായി, അവിടുത്തെ ജനങ്ങൾ സാക്ഷിയായി വേറെ ഒന്നും അവിടെ പണിതിട്ടില്ല. കമ്മീഷൻ റിപ്പോർട്ട് അത് എടുത്തു പറയുന്നുണ്ട്. മെറ്റീരിയലുകൾ ആവശ്യമില്ലാത്ത രീതിയിൽ ക്വാളിറ്റി എന്തിനു വേണ്ടിയാണെന്നറിയില്ല. പക്ഷെ 18ൻ്റെ കമ്പി ഉപയോഗിക്കുന്ന സ്ഥലത്ത് 22ൻ്റെ കമ്പിയും 8ൻ്റെ കമ്പി ഉപയോഗിക്കുന്നിടത്ത് 10ൻ്റെ കമ്പിയെല്ലാം ഉപയോഗിച്ച് കോസ്റ്റ് കൂട്ടിയതായിട്ട് ഇത് കാണുന്നുണ്ട് എന്ന് കമ്മീഷൻ പറഞ്ഞു. ഇനി കമ്മീഷൻ്റെ വിധിയും നടപ്പിലാക്കലൊക്കെ വേറെ, അത് ഓൾറെഡി കോടതിയിൽ നടക്കുന്ന കാര്യമാണ്. ഇനി ആ വിഷയത്തിൽ ഞാൻ കിടക്കുന്നില്ല. കോടതിയിൽ ശക്തമായ കേസ് പോകുന്നുണ്ട്. ഞങ്ങളതുമായി മുന്നോട്ട് പോകാം. 2ാമത്തെ വിഷയം കേശവദേവിന് എന്ത് സംഭവിച്ചു എന്നുള്ളതാണ്. ഇങ്ങനെയൊക്കെ നടക്കാനും തകരാനും എന്ത് സംഭവിച്ചു? കേശവദേവിൻ്റെ ഇപ്പോഴത്തെ തകർച്ചയിൽ ഏബൽ വിസാഖ് എന്ന് പറഞ്ഞ ഞങ്ങളുടെ ഗ്രൂപ്പിന്, ഫോർച്യൂൺ ഗ്രൂപ്പിന് യാതൊരു ബന്ധമില്ല. ഇദ്ദേഹം 2 സിനിമ പിടിച്ചു, അതിലൊന്ന് പകുതി നിർത്തി, ഒന്ന് അദ്ദേഹം തന്നെ നായകനായിട്ട് പിടിച്ചു, അതും പൊട്ടി. ഈ സിനിമ പിടിക്കുന്നതിൻ്റെ ഭാഗമായി അദ്ദേഹം എറണാകുളത്ത് ഫ്ലാറ്റ് എടുത്തു. അവിടെ അത്യാവശ്യ കൈവിക്രയങ്ങളും മറ്റു ചില കാര്യങ്ങളും നടന്നു. ആ നടന്നതുമായി ബന്ധപ്പെട്ടു ചില ആൾക്കാർ റൂമിലേക്ക് വിളിക്കുകയും ബന്ധപ്പെടലും മറ്റു പല കാര്യങ്ങളും നടന്നതിൻ്റെ അടിസ്ഥാനത്തിലും നല്ല രീതിയിലുള്ള മദ്യപാനം നടന്നതിൻ്റെ അടിസ്ഥാനത്തിലും തകർന്നു തരിപ്പണമായ ഒരു മനുഷ്യൻ്റെ കഥയാണ് സത്യത്തിൽ. അതിന് ഞങ്ങളല്ല അതിൻ്റെ ഉത്തരവാദിത്വം. അദ്ദേഹത്തെ നിലയ്ക്കാക്കാൻ സഹായിച്ച അദ്ദേഹത്തിൻ്റെ എന്താ പറയുക, അദ്ദേഹത്തിൻ്റെ ഭാര്യ, അദ്ദേഹത്തിൻ്റെ കൂട്ടുകാർ, ഇവരൊക്കെയാണ് അതിൻ്റെ ഉത്തരവാദിത്വം വഹിക്കേണ്ടത്. ഞങ്ങളങ്ങനെ അദ്ദേഹത്തിൻ്റെ കൂടെ നടന്നിട്ടൊന്നുമില്ല. അദ്ദേഹം അവിടെ ചെയ്ത പല കാര്യങ്ങളെക്കുറിച്ചും അദ്ദേഹത്തിൻ്റെ അളിയൻ ഞങ്ങളുടെ ഗ്രൂപ്പിലുണ്ട്, ഞങ്ങൾ ഇൻവെസ്റ്ററാണ്. അദ്ദേഹമുള്ള ഗ്രൂപ്പിൽ
അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ ആങ്ങളുള്ള ഗ്രൂപ്പിൽ കൃത്യമായി സിനിമ നടൻ റിയാസ് ഖാൻ പറയുന്ന ഓരോ കാര്യങ്ങൾ പറഞ്ഞു അദ്ദേഹത്തിൻ്റെ വോയിസ് മെസ്സേജ് ഞങ്ങൾ ഈ ഗ്രൂപ്പിൽ ഇട്ടിട്ടുള്ളതാണ്. ഞങ്ങൾ ഫോർച്യൂൺ ഫാമിലി ഗ്രൂപ്പിനെ സംബന്ധിച്ചോളം ഞങ്ങൾ എന്ത് നടന്നാലും ആ കാര്യങ്ങളെല്ലാം ഞങ്ങൾ ഗ്രൂപ്പിലിടും. കാരണം ഞങ്ങൾ ഇൻവെസ്റ്റേഴ്സ് എല്ലാം പുറത്താണ്, എല്ലാവരും വിദേശത്താണ്. അപ്പോൾ അതുകൊണ്ട് അവർക്ക് അപ്പോൾ കാര്യങ്ങൾ അറിയാൻ വേണ്ടി അപ്ഡേറ്റ് കാര്യങ്ങളും ഞങ്ങൾ അതിലിടും. പ്രത്യേകിച്ച് ഞാനതിടും, ഞാനാണത് കൈകാര്യം ചെയ്യുന്നത്. അതുകൊണ്ട് അപ്പോൾ അങ്ങനെ നഷ്ടപ്പെട്ടതും പിന്നെ മറ്റു ചില കാര്യങ്ങൾ കൊണ്ട് നഷ്ടപ്പെട്ടതുമാണ് കേശവദേവൻ്റെ സാമ്പത്തിക ഭദ്രത. കേശവദേവനെ സംബന്ധിച്ചോളം ആരുടെയും ഒരു വർക്ക് എടുക്കുക, പകുതിയിലെത്തുമ്പോൾ വർക്ക് ഉടമസ്ഥന് വേണ്ടി തെറ്റുക, അയാളും ചിന്തിക്കുന്നതിന് മുമ്പ് അയാൾക്കെതിരെ സ്റ്റേ കൊണ്ടിട്ട് എന്ത് കേസ് നടത്തുക, എന്താ ഒരു പ്രതിരോധത്തിലാക്കുക, എന്നിട്ട് പണം മധ്യസ്ഥ വെച്ച് വാങ്ങുക. ഇതാണ് ഈ KP കേശവദേവൻ്റെ പണി. അദ്ദേഹം 3-4 രാഷ്ട്രീയ പാർട്ടി മാറിയിട്ടുള്ള ഒരാളാണ്. ഞങ്ങളുടെ വിഷയത്തിൽ തന്നെ അദ്ദേഹം കാണാത്ത രാഷ്ട്രീയക്കാരില്ല. അപ്പോൾ ഞങ്ങളടുത്ത് പരിപ്പ് വേവില്ല, പ്രത്യേകിച്ച് എൻ്റെ അടുത്ത്. കാരണം ഞാൻ വളരെ സാധാരണ കടയിൽ നിന്ന് വളർന്നു വന്നിട്ടുള്ള ആളാണ്. വളർന്നു വന്നു എന്ന് മാത്രമേ പറഞ്ഞു, ഞാൻ വളർന്നു കഴിഞ്ഞു എന്ന് പറയുന്നില്ല. ഈ നാട്ടിൽ ഓട്ടോറിക്ഷ ഓടിച്ചു, അതേപോലെ തന്നെ മുറുക്ക് കച്ചവടം ചെയ്തു, അതേപോലെ ബോംബെയിലും ഒമാനിലേക്കും പോയി ചില കഷ്ടപ്പാട് ചെയ്ത് ഗാർമെൻറ്റ്സ് ഫീൽഡും എക്സ്പോർട്ടിങ്ങും കാര്യങ്ങളൊക്കെ നടത്തിയിട്ടൊക്കെയാണ് ഞാൻ കയറി പോന്നിട്ടില്ല. അല്ല, ഞാൻ ഇവനെ പോലെ നമ്പൂരി കുടുംബത്തിൽ ജനിച്ച് കോടീശ്വരനായി വളർന്ന ഒരാളല്ല. അപ്പോൾ അതാണ് കേശവദേവിൻ്റെ രണ്ടാമത്തെ സിസ്റ്റം. ഈ പരിപ്പും ഞങ്ങളുടെ അടുത്ത് വെന്തില്ല. കേശവ് ഞങ്ങൾക്കെതിരെ കേസിന് പോകേണ്ടപ്പോൾ ഞങ്ങൾ കവിയേറ്റ് വലിയതായിരുന്നു. അതുകൊണ്ട് അത് നോട്ടീസായി മാറി. അതിൽ കേശവദേവിന് എല്ലാം കൊണ്ടും പ്രശ്നങ്ങളും പ്രതിസന്ധികളായി. കേശവദേവ് കരുതി ഞങ്ങൾക്ക് സ്റ്റേ കൊണ്ട് ഞങ്ങൾ ഭീഷണിപ്പെടുത്തി പൈസ വാങ്ങാമെന്നാണ് കേശവദേവ് കരുതിയത്. അതിന് വെച്ച വെള്ളം വാങ്ങി വെച്ചുള്ള കേശവദേവിനെ നമ്മൾ പഠിപ്പിച്ചു. കേശവദേവിൻ്റെ കൂടെ പഠിച്ചവർ, കേശവദേവിൻ്റെ കോൺട്രാക്ടറുടെ ക്വാളിറ്റി, കേശവദേവ് എന്തെല്ലാം പണി ചെയ്തിട്ടുണ്ട്, ഏതെല്ലാം പണിയിൽ വിജിലൻസ് അന്വേഷണം വരണം, പബ്ലിക്കിന് എത്ര പേരെ ചതിച്ചിട്ടുണ്ട്, എത്ര പേരുടെ പേരിൽ കേസുകൾ കൊടുത്തിട്ടുണ്ട്, എത്ര പേര് കേശവദേവിൻ്റെ പേരിൽ കേസ് കൊടുത്തിട്ടുണ്ട് എന്നൊക്കെ കേശവദേവിന് കൃത്യമായിട്ട് അറിയാം. പിന്നെ എൻ്റെ വീട് ആക്രമണവുമായി ബന്ധപ്പെട്ട രേഖകളിൽ അതെല്ലാം ഞാൻ ലൈവായി പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതാണ് കേശവദേവിൻ്റെ രണ്ടാമത്തെ വിഷയം. പിന്നെ മൂന്നാമത്തെ വിഷയം, കേശവദേവ് ഈ വക വിഷയങ്ങളൊന്നും നടക്കില്ലെന്ന് ഉറപ്പായിപ്പോൾ എന്നെ വധിക്കണം എന്നുള്ള പദ്ധതി ആവിഷ്കരിച്ചു. അതിന് കേശവദേവിന് ഏറ്റവും കൂടുതൽ സപ്പോർട്ടായി നിന്നത് എറണാകുളത്ത് ഒത്തിരി പരാതികളിൽപ്പെട്ട ഒരു സ്ത്രീ, ഷെറീൻ എന്ന് പറയുന്ന ഒരു സ്ത്രീയാണ്. ഒത്തിരി കേസുകൾ അവർക്കെതിരെ ഒത്തിരി കേസുകൾ കോഴിക്കോട് പരാതികളും കാര്യങ്ങളും നിലനിർത്തുന്നുണ്ട്. അവരെ സംബന്ധിച്ചുള്ള അവരുടെ ഹിസ്റ്ററികളൊന്നും ഞാൻ പറയുന്നില്ല, അത് അന്വേഷിച്ചെല്ലാവർക്കും അറിയാം. നിർഭാഗ്യവശാൽ ഞങ്ങളുടെ സംഘടനയുടെ പ്രവർത്തകയായിപ്പോയി ഓൾ കേരള ആൻറ്റി കറപ്ഷൻ ആൻഡ് ഹ്യൂമൻ റൈറ്റ്സിൻ്റെ. പക്ഷെ ഞങ്ങളുടെ ഭാഗത്തിന് വലിയൊരു ഫംഗ്ഷനിൽ ഇവരെ തിരിച്ചറിഞ്ഞ പോലീസ് ഞങ്ങൾക്ക് മെസ്സേജ് തന്നു. ആ നിമിഷം ഞങ്ങൾ അവരെ പുറത്താക്കി. ഇതാണ് അവരോട് ചെയ്ത തെറ്റ്. അല്ല, ഞങ്ങൾ അവർക്കെതിരെ ഒരു അപരാധം പറയാൻ പാടില്ല. അവരും ഈ കേശവദേവിൻ്റെ കൂടെ പത്രസമ്മേളനത്തിൽ വന്നിരുന്നു. പിന്നെ എൻ്റെ വീട്ടിൽ ആക്രമിച്ച കേസിലെ പ്രതിയുടെ ജ്യേഷ്ഠൻ, സഹോദരനോ അച്ഛനോ, അത് വളരെ വേണ്ടപ്പെട്ട ആരാണ് എനിക്കറിയില്ല. അദ്ദേഹത്തിൻ്റെ പേര് ജേക്കബ് എന്നാണ്, എറണാകുളത്തുകാരനാണ്. അദ്ദേഹവുമാണ് ഈ പത്രസമ്മേളനത്തിൽ വന്നിരുന്നത്. അദ്ദേഹം അഡ്വക്കേറ്റ് എന്നാണ് പത്രസമ്മേളനത്തിൽ പറഞ്ഞത്. അദ്ദേഹം അഡ്വക്കേറ്റ് എന്നല്ല, അദ്ദേഹവും വന്നിരുന്നു. ഈ കേസിലെ പ്രതിയുടെ വളരെ അടുത്ത കുടുംബമാണ്. ഞങ്ങളത് അന്വേഷിക്കാൻ പോയിട്ടില്ല. പിന്നെ കേശവദേവിൻ്റെ ഭാര്യയെക്കുറിച്ച് ഞാൻ ഒന്നും പറയില്ല. കാരണം വെച്ചാൽ ഞാൻ പറയുന്നത് ശരിയല്ല, അതുകൊണ്ടാണ്. പിന്നെ കേശവൻ്റെ ഫാമിലി പശ്ചാത്തലവും ഞാൻ പറയുന്നില്ല. കാരണം ഒരാളുടെ ഫാമിലി പശ്ചാത്തലം പറഞ്ഞ് അയാളെ മാനസികമായി വീഴ്ത്തിയിട്ട് സമയം ആയിട്ടില്ല. അതുകൊണ്ട് അയാളുടെ ഫാമിലി പശ്ചാത്തലം ഞാൻ പറയുന്നില്ല. അയാൾ ചിന്തിച്ചാൽ മതി എന്തൊക്കെയാണ് ഫാമിലി പശ്ചാത്തലം. പിന്നെ അദ്ദേഹത്തിനെതിരെ ഇപ്പോൾ വലിയൊരു കേസ് വരാൻ പോകുന്നുണ്ട്. ഒരു സ്ത്രീയുമായിട്ടുള്ള ബന്ധവുമായി ബന്ധപ്പെട്ട് ഒരു പരാതി അദ്ദേഹത്തിനെതിരെ വരാൻ പോകുന്നുണ്ട് എന്നുള്ളത് ഞാൻ അറിഞ്ഞു. അവരെൻ്റെ അടുത്ത് വന്നിരുന്നു. ഈ വിഷയങ്ങളെല്ലാം ടി വിയിൽ കണ്ടിട്ട് അവരെൻ്റെ അടുത്ത് വന്നിരുന്നു. ഞാൻ അവരുമായിട്ട് സംസാരിച്ചു. അവർ ശക്തമായ പരാതിയുമായി മുന്നോട്ട് പോകുന്നു, തെളിവുകളുടെ അടിസ്ഥാനത്തിൽ. അത് ഞാൻ ഇപ്പോൾ വെളിപ്പെടുത്തുന്നില്ല. അത് സമയങ്ങളിൽ നടക്കും.
അതാണ് മൂന്നാമത്തെ കേസ്. അപ്പോൾ ഇതിലെല്ലാം വിരളി പോകേണ്ട കേശവ് ദേവ്, ഒന്നും ചെയ്യാൻ പറ്റാത്ത കേശവ് ദേവ്, ഒരു തരത്തിലും ഭീഷണിപ്പെടുത്താൻ പറ്റാത്ത ഭീഷണിപ്പെടുത്തി എന്നെ പ്രതിരോധത്തിലാക്കാൻ പറ്റാത്ത കേശവ് ദേവ് എന്ത് ചെയ്തു? എന്നെ കൊല്ലാൻ വേണ്ടി കൊട്ടേഷൻ കൊടുത്തു. അപ്പം നിലവിൽ ഇത്രയും വിഷയങ്ങൾ നടക്കുന്നതിൻ്റെ പരാതികളുടെ ഭാഗങ്ങളായിട്ട് ഞാൻ ഹൈക്കോടതിയിൽ പോയി പോലീസ് പ്രൊട്ടക്ഷൻ മേടിച്ചു. സമാധാനം, അതാണ് എൻ്റെ മുദ്രാവാക്യം. ഒരു സംഘടന സംസ്ഥാന പ്രസിഡന്റ് നിലയ്ക്കും ഒരു കടുത്ത ഇടതുപക്ഷ വിശ്വാസി എന്ന നിലയ്ക്കും എന്നാൽ ഒരാൾക്കും ഒരു പാർട്ടിക്കും പ്രസ്ഥാനങ്ങൾക്കും ഒന്നിനും ദോഷം വരരുതെന്ന് 100% ഉറപ്പുകൊണ്ടാണ് ഞാൻ ക്ഷമ പാലിച്ചത്. അല്ലെങ്കിൽ കേശവദേവ് എന്നോട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു മുമ്പത്തെ വോയിസ് മെസ്സേജിൽ, നിനക്ക് എപ്പോഴെങ്കിലും സമയം കിട്ടുമ്പോൾ 23 വയസ്സ് വരെ ജനിച്ച് വളർന്ന എൻ്റെ മണ്ണാണ് എരുമപ്പെട്ടി, തൃശ്ശൂർ ജില്ലയിൽ. അവിടെ പോയിട്ട് നീ എന്നെപ്പറ്റി ഒന്ന് അന്വേഷിക്കുക. ഇന്നും എന്നെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന എൻ്റെ നാട്ടിൽ ഒന്ന് അന്വേഷിക്കുന്നത് നല്ലതായിരിക്കും, എനിക്കെതിരെ പടപ്പുറപ്പാട് തുടങ്ങുന്നതിന് മുമ്പേ എന്നുള്ളത്. അവൻ്റെ വിവരമില്ലായ്മ കൊണ്ടോ അവൻ്റെ അറിവില്ലായ്മ കൊണ്ടോ എന്നല്ല, അവൻ ഇതുവരെ പോയി അന്വേഷിച്ചില്ല. അത് അന്വേഷിച്ച പിന്നെ അവൻ എന്നെ കൊട്ടേഷൻ കൊടുക്കാൻ തോന്നില്ല എന്നാണ് എൻ്റെ വിശ്വാസം. എന്നിട്ടും അവൻ കൊട്ടേഷൻ കൊടുത്ത് ഇവിടെ ARK ബാർ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ക്ഷേത്രപ്പുറത്തുള്ള ഹോട്ടലിലെ ഒരു കുണ്ടകൾ വന്ന് താമസിച്ചു. രാത്രി മദ്യപിച്ച് ലക്ക് കെട്ട് എൻ്റെ വീട്ടിൽ വന്ന് ആശീർവാദം പറഞ്ഞു. അവർ പോയി 13-ാം തീയതി രാത്രി 11 മണിക്ക് എൻ്റെ വീട്ടിൽ ആസിഡ് വെള്ളം എറിഞ്ഞ കേശവ് ദേവും അവൻ്റെ ഗുണ്ടകളും ഏത് ലോകത്തിലാണ് ജീവിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. 13 കഴിഞ്ഞ് 14 വന്നു, 15 വന്നു, 16 വന്നു. ഈ 3 ദിവസം എൻ്റെ ആൻറ്റി കറപ്ഷൻ യൂണിവേഴ്സിറ്റിൻ്റെ ഗേറ്റിൽ ഇരിക്കുന്ന ബോർഡ് പൊട്ടിച്ചു കൊണ്ടുപോയിട്ടും എൻ്റെ വീട്ടിലേക്ക് ആസിഡ് വെള്ളം പറഞ്ഞിട്ടും ഒരു തരത്തിലുള്ള പ്രതികരണം ഇല്ലാതെയായപ്പോൾ മനസ്സിലാക്കേണ്ടതായിരുന്നു. ചോറ് തിന്നാൻ മനസ്സിലാക്കണം, നമ്മുടെ പിന്നിൽ ആരോ ഉണ്ട്, കൃത്യമായ അന്വേഷണങ്ങൾ നടക്കുന്നുണ്ടായിരിക്കും, അല്ലെങ്കിൽ വേറെന്തോ ഗൂഢാലോചന നടക്കുന്നുണ്ട്. ഈ മണ്ടൻ അതൊന്നുമല്ല ചിന്തിച്ചത്. രാവിലെ ചിന്തിച്ച് ഞാൻ പേടിച്ചു ഭയന്നു പുറത്തു പറയാതിരിക്കുന്നതാണ്. എന്നെ പറ്റി അറിയാവുന്നവർക്കറിയാം, ഞാൻ എല്ലാ കാര്യങ്ങളും പുറത്തു പറയുന്ന ഒരാളാണ്. എൻ്റെ തീരുമാനങ്ങളെല്ലാം ഞാനിവിടെ ഇത്രയും വലിയ പ്രൊജക്റ്റുകൾ ചെയ്യുമ്പോഴും ഇവിടുത്തെ വമ്പന്മാരായിട്ട് ഫൈറ്റ് ചെയ്ത് മുന്നോട്ട് പോകുന്ന ആളാണ്. എനിക്ക് തകരാനും നഷ്ടപ്പെടാനൊന്നുമില്ല. കാരണം എൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത് വൈറ്റാണ്. ഞങ്ങളുടെ സ്ഥാപനങ്ങൾ എന്ന് പറയുന്നത് ഒരു ബാങ്ക് ലോണും ഇല്ലാതെ സത്യസന്ധമായി കെട്ടിപ്പൊക്കുന്ന സ്ഥാപനങ്ങളാണ്. ഏത് സ്ഥാപനമായിക്കോട്ടെ, ഏത് അന്വേഷണം വരട്ടെ, ആര് വരട്ടെ, ഇവർ ED വരുത്താൻ നോക്കി, അത് ഞങ്ങളൊരു ഡയറക്ടർക്കും പങ്കുണ്ട്, മറ്റു ചിലർക്കും പങ്കുണ്ട്. ED വരുത്താൻ നോക്കി, അതേപോലെ ഇവർ ഇൻകം ടാക്സ്, വിജിലൻസ്, ഇനി ഇവർ വരുത്താത്ത ഡിപ്പാർട്ട്മെൻ്റ് ഇല്ല. സാമ്പത്തിക കുറ്റാന്വേഷണ ഏജൻസി എല്ലാവരും വന്നല്ലോ. എന്തായി എന്നിട്ട്? ഞങ്ങളിവിടെ തന്നെയുണ്ട്, എവിടെയും പോവില്ല, ഇവിടെ തന്നെയുണ്ട്. ഞങ്ങൾ അവസാനം എന്ന് പറയുന്നത് ബഹുമാനപ്പെട്ട കോടതികളാണ്. ബഹുമാനപ്പെട്ട കോടതികളാണ് ഞങ്ങളുടെ അവസാനം. ഞങ്ങളെല്ലാ കാര്യങ്ങളും ബോധ്യപ്പെടുത്തുന്നതും സത്യം തെളിയിക്കുന്നതും. അപ്പോൾ അങ്ങനെ ആസിഡ് വെള്ളം എറിഞ്ഞ് പോയി ഇവനെ 16-ാം തീയതി വരെ എൻ്റെ വളരെ ശക്തമായ അന്വേഷണത്തിൻ്റെ ഭാഗമായി ആരെല്ലാം വന്നു, എത്ര മണിക്കെല്ലാം വന്നു, എങ്ങനെയൊക്കെയും വന്നു, എന്തൊക്കെ ചെയ്തു എന്നതെല്ലാം കൃത്യമായി പഠിച്ച് വണ്ടി അടക്കം കണ്ട് പിടിച്ച് തീരുമാനിച്ച് ഇവരൊക്കെ ഓരോ സ്പോട്ടുകൾ കണ്ടുപിടിച്ച് ഇവരൊക്കെ ജാതകങ്ങൾ എടുത്തിട്ടാണ് ഞങ്ങൾ 16-ാം തീയതി പോലീസിൽ പരാതി കൊടുക്കുന്നത്. ഇന്ന വ്യക്തികളാണ് എൻ്റെ വീട് കയറി ആക്രമിച്ചത്, ഇത്ര മണിക്കൊക്കെയാണ് വന്നത്, ഇങ്ങനെയൊക്കെയാണ് വന്നത്, ഇങ്ങനെയൊക്കെയാണ് ഫോളോ ചെയ്ത് നടന്നത്. ഇതിനു മുമ്പ് 3 വധശ്രമം ഉണ്ടായിരുന്നു. ഈ 3 വധശ്രമത്തിലും ഞങ്ങൾ കൃത്യമായി ബഹുമാനപ്പെട്ട ഹൈക്കോടതിയെ അറിയിച്ച് എനിക്ക് പോലീസ് പ്രൊട്ടക്ഷനുള്ള വ്യക്തിയാണ്. പോലീസിൻ്റെ കാര്യം മനസ്സിലായി. DSP സന്തോഷ് സാറ് മണ്ണാക്കാട് DSP വിവരം മനസ്സിലായി. അദ്ദേഹം അപ്പം തന്നെ പരാതി സ്വീകരിച്ച് നമ്പർ ഇട്ടു. അദ്ദേഹം കോങ്ങാട്ടേക്ക് മാറ്റി. കോങ്ങാട് പോലീസ് അന്വേഷിച്ചു. ഞാൻ പറഞ്ഞ സത്യമാണ് കോങ്ങാട് പോലീസിനും ബോധ്യമായി. കോങ്ങാട് പോലീസ് FIR ഇട്ടു, കേസ് രജിസ്റ്റർ ചെയ്തു. ബഹുമാനപ്പെട്ട SP, DOSP അങ്ങനെ ഒട്ടനവധി ഇവരെ ഇടപെട്ടു. അവർ വണ്ടി പിടിച്ചുകൊണ്ട് വന്നു, അവർ ആൾക്കാരെ പിടിച്ചുകൊണ്ട് വന്നു. എല്ലാം കൃത്യമായ തെളിവ് ഞങ്ങൾ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ കേശവദേവ് ചിന്തിക്കേണ്ടത് അപ്പോൾ എൻ്റെ റേഞ്ച് എന്താവുന്നതാണ്. നീ എൻ്റെ വീട്ടിൽ വന്ന് ആസിഡ് വെള്ളം എറിഞ്ഞ് പോയിട്ട് 3 ദിവസം മിണ്ടാതിരിക്കണമെങ്കിൽ, 4 ദിവസം വരെ ഒരു നടപടി എടുക്കാതിരിക്കണമെങ്കിൽ
എൻ്റെ റേഞ്ച് എന്താവും എന്നുള്ളത് കേശവ് ചിന്തിക്കണം. നീ 3 കൊട്ടേഷൻ കൊടുത്തപ്പോൾ 3 കൊട്ടേഷൻ അലസിപ്പോയെങ്കിൽ ഞാൻ കൊടുക്കുന്ന മരുന്നുകൾ എന്തായിരിക്കുമെന്ന് നീ ചിന്തിക്കണം. അത് ചിന്തിക്കാനുള്ള കഴിവ് നിനക്കില്ലാതെ പോയത് അത് നിൻ്റെ ജന്മനാ കിട്ടിയ ഒരു ശാപമാണ്. നിൻ്റെ കുടുംബത്തിൽ ജീവിച്ചിരിക്കുന്ന നീ മാത്രമാണ്. നിൻ്റെ അച്ഛൻ മരിച്ചു, നിൻ്റെ അമ്മ മരിച്ചു, നിൻ്റെ സഹോദരൻ മരിച്ചു. ഇപ്പം നീ ആ സ്ഥലവും വിറ്റു. അപ്പോൾ ആ സ്ഥലം വെച്ചിട്ടാണല്ലോ നീ എനിക്ക് കൊട്ടേഷൻ കൊടുക്കുന്നത്, എന്നെ കൊല്ലാൻ ശ്രമിക്കുന്നത്. ഒരു 1.5 കൊല്ലം കൊണ്ട് ഇത്ര ആൾക്കാർ മരിച്ചു. അതിലും ദുരൂഹത ഉണ്ടെന്ന് കൊണ്ട് ഞാൻ ക്രൈംബ്രാഞ്ചിനോട് അന്വേഷിക്കുന്നു പറഞ്ഞു. സ്പെഷ്യൽ ബ്രാഞ്ച് അന്വേഷിച്ചു. എന്നെ ബോധ്യപ്പെടുത്തിയാൽ ദുരൂഹതയൊന്നുമില്ല, ഒരു വയസ്സായിട്ട് മരിച്ചാണ്. ഇപ്പോഴും ഞാനത് വിട്ടിട്ടില്ല. വീണ്ടും അന്വേഷണമാണെന്നാണ് എൻ്റെ സ്റ്റാൻഡ്. കാരണം സ്വത്ത് നീ വിൽക്കാൻ വേണ്ടി, നിൻ്റെ കടബാധ്യത തീർക്കാൻ വേണ്ടി നീ ചെയ്ത തോന്നിയാസമാണെന്നാണ് ഞങ്ങളിപ്പോഴും വിശ്വസിക്കുന്ന സമൂഹം, ഞങ്ങൾ സംഘടന. ഈ വീണ്ടും പരാതി കൊടുത്തിട്ടുണ്ട്. ഞങ്ങളങ്ങനെ അങ്ങോട്ട് വിട്ടുകൊടുക്കുന്നതില്ല. പിന്നെ നീ ഒരു കാര്യം മനസ്സിലാക്കണം. നീ രാഷ്ട്രീയക്കാരെ വിട്ടിട്ടൊക്കെ എന്നെ പേടിപ്പിക്കാൻ നോക്കിയാൽ ഞാൻ കളിച്ച് കുളിച്ച് വലുതായി വളർന്നു വന്നതേ രാഷ്ട്രീയത്തിൽ. ഞാൻ രാഷ്ട്രീയം കളിക്കുന്ന കാലത്ത് നീ എവിടെയായിരുന്നു എന്നുള്ളത് ദൈവത്തിന് പോലും അറിയില്ല. അതിനാ പറഞ്ഞ എൻ്റെ ഒരാളെ ആയിട്ട് മുട്ടുമ്പോൾ അയാളുടെ ഹിസ്റ്ററി ആദ്യം എടുക്കണം. ഞാൻ നിൻ്റെ മൊത്തം ഹിസ്റ്ററി എടുത്തു. നീ എവിടെ ജനിച്ചു, എവിടെ വളർന്നു, നീ ഏത് ഹോസ്പിറ്റലിൽ, നിനക്ക് എന്തെല്ലാം അസുഖമുണ്ട്, നീ എൻ്റെ വീട്ടിൽ ആരൊക്കെ ഉണ്ട്, നിനക്ക് പ്രശ്നം പറ്റി ആരൊക്കെ വരാണ്ട്, നീ ഒന്ന് ആലോചിച്ചു. നിൻ്റെ അച്ഛൻ മരിച്ചിട്ട് നിൻ്റെ വീട്ടിൽ 4 മണിക്കൂറുള്ള ശവടപ്പ് വരാൻ കർമ്മം കഴിയുന്നവർക്ക് ഞാൻ ഉണ്ടായിരുന്നതാണ്. 18 ആളിൽ നിന്ന് ഒരാൾ കൂടുതൽ വീട്ടിൽ വന്നിരുന്നു. അവരെ കാണാനോ പോകാനോ എന്തിനായാലും അവിടെ നിൻ്റെ ക്വാളിറ്റി നീ എത്ര ഉണ്ട് ഈ നാട്ടിൽ എന്നുള്ളത് നീ സ്വയം മനസ്സിലാക്കേണ്ടതായിരുന്നു. ഞങ്ങളീ പാലക്കാടുള്ള, ഞാൻ പാലക്കാട്ടുകാരൻ, ഞാൻ തൃശ്ശൂർക്കാരനാണ്. ഈ പാലക്കാടുള്ള, ഞാൻ 35 കൊല്ലമായി പാലക്കാട്. ഈ പാലക്കാടുള്ള സമൂഹത്തിന് പ്രത്യേകമുണ്ട്. ഒരു പിച്ചക്കാരൻ വഴി കിടന്ന് മരിച്ചാൽ പോലും ഒരു 500 ആളെങ്കിലും ആ വീട്ടിലേക്ക് അത് കാണാൻ വരും. ഇല്ലെങ്കിൽ 150 ആളെയും 100 ആളെയും കാണാൻ വരും. നിൻ്റെ അച്ഛൻ മരിച്ച ചിത്രം നീ നോക്ക്. അന്ന് പങ്കെടുത്ത അരുണിനോടോ വിഷ്ണുവിനോടോ പലവരോടും നീ അന്വേഷിക്കുക, എത്ര ആളുണ്ടായിരുന്നു അവിടെ, ആരുണ്ടായിരുന്നു. നിനക്കെന്താ ആവശ്യം? ഇവരെ സ്വത്തുക്കൾ കൈക്കലാക്കണം. അതാണ് നീ നടത്തിയത്. അതേപോലെ നിൻ്റെ അനിയന് പാസ്പോർട്ട് പോലും ഇല്ലാത്ത നിൻ്റെ അനിയന് ഞാൻ വിസയ്ക്ക് നിൻ്റെ അടുത്ത് പോയി, നീ എനിക്ക് വിസയ്ക്ക് പൈസ തന്നാണ് പറഞ്ഞത്. എന്താ അനിയൻ ജീവിച്ചിരിക്കുമ്പോൾ നിനക്ക് ഞാൻ വിസ തന്നില്ലെങ്കിൽ നിനക്ക് പരാതി കൊടുക്കാനില്ലേ പോലീസിൽ? എന്താ അനിയൻ മരിച്ചപ്പോൾ നീ പരാതി കൊടുത്ത്? നീയല്ലേ പൈസ തന്നെന്ന് പറഞ്ഞു. അപ്പം നിനക്ക് പരാതി കൊടുക്കാമല്ലോ. എന്താ കൊടുക്കാഞ്ഞേ? അങ്ങനെ സംഭവം നടന്നിട്ടില്ല. പോലീസ് അന്വേഷിച്ചപ്പോൾ ബോധ്യമില്ലോ. ഞാൻ കൃത്യമായി കണക്ക് കൊടുത്തല്ലോ. 11 ലക്ഷം രൂപ നീ എനിക്കിട്ടതും ഞാൻ നിനക്ക് 11 ലക്ഷം രൂപ തിരിച്ചിട്ടതിന് കണക്ക് കണ്ടല്ലോ. അത് കോൺട്രാക്ട് സമയത്ത് കരാർ വ്യവസ്ഥ പ്രകാരം നിനക്ക് പെട്ടെന്ന് പൈസ ആവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടും വന്നപ്പോൾ ചെയ്തതാണ്. അത് സമൂഹത്തിൽ വിവരങ്ങൾക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട്. പിന്നെ നീ കുറേ ചെക്ക് കാണിക്കുന്നുണ്ട്. ഈ ചെക്കുകൾ ഞാനും നീ നല്ല ടൈംസിലുള്ളപ്പോൾ എൻ്റെ കമ്പനി നിനക്ക് വർക്ക് ചെയ്യുന്ന അഡ്വാൻസ് ചെക്ക് തന്നിട്ടുള്ളതാണ്. നിങ്ങൾ പേയ്മെൻറ്റ് അയക്കുമ്പോൾ നീ ആ ചെക്ക് തിരിച്ചു തരണം. നീ ആ ചെക്ക് തന്നില്ല. കാരണം ഞങ്ങൾ തമ്മിൽ ഒരു സഹനത്തിൽ പോകുന്ന ഒരു കോൺട്രാക്ടറും ഒരു കമ്പനിയുടെ ചെയർമാനൊക്കെയാണ് സഹകരിച്ച് പോയിരുന്നത്. ആ ചെക്കാണ് നീ ഇപ്പോൾ കാണിക്കണം. നീ എന്തുകൊണ്ടാണ് ചെക്കുകൾ നിനക്ക് തള്ള പൈസയാണെങ്കിൽ നീ എന്തുകൊണ്ട് കേസ് കൊടുത്തില്ല? ഇത്ര ചെക്കുകൾ നിൻ്റെ അടുത്തുണ്ട്, നിന്നെ പറ്റിച്ചെന്ന് പറഞ്ഞാൽ നീ ആ ചെക്കിന് കേസ് കൊടുക്കണ്ടേ? പിന്നെ അതേപോലെ തന്നെ നീ കൃത്യമായിട്ട് പറയുന്നത് ഞാൻ ഡാറ്റ ഷിപ്പിലേക്ക് എടുത്തോളൂ. പൊന്നെന്ന് തന്നെ വിളിക്കാൻ പാടില്ല. എൻ്റെ കേശവദേവേ, നീ അല്പെങ്കിലും ചോറുണ്ട്. നീ ഒരു SLC പാസ്സായിട്ടുള്ളവനല്ലേ? നീ ഒരു ഡിഗ്രി കഴിഞ്ഞവനല്ലേ? നീ എന്നെപ്പോലെ 6ാം ക്ലാസ്സുകാരനായിട്ട് മുട്ടുമ്പോൾ ഒന്ന് ആലോചിച്ചിട്ട് വേണ്ടേ മുട്ടാൻ? നീ 1 കോടി രൂപ എൻ്റെ ഡയറക്ടർഷിപ്പിൽ തന്നെന്ന് പറഞ്ഞാൽ ആ 1 കോടി രൂപ നീ എൻ്റെ അക്കൗണ്ടിലേക്കോ എൻ്റെ കമ്പനി അക്കൗണ്ടിലേക്കോ അയച്ചിരിക്കണം. നീ അയച്ചിട്ടുണ്ടോ? ഞാൻ നമ്മൾ വ്യവസ്ഥ എന്താണെന്ന് ഇപ്പോൾ അവസാനം പറയാം. നീ 1 കോടി അക്കൗണ്ടിലേക്ക് അയച്ചിട്ടില്ല. ഓക്കെ, നീ 1 കോടി രൂപ തന്നിട്ടുണ്ടെങ്കിൽ ഞാൻ 1 കോടി രൂപയുടെ സോഴ്സ് പോലീസിന് കാണിക്കണ്ടേ? പരാതി കൊടുക്കുമ്പോൾ 1 കോടി എനിക്ക് ഇന്ന മാതിരി വന്നു, ഞാനത് ബാങ്കിലിട്ടില്ല, ഞാനത് ഐസക്കിന് കൊടുത്തു, ഇത്ര മണിക്ക് ഇന്ന സ്ഥലത്ത് വെച്ചാൽ കൊടുത്തേക്ക് ഇന്ന ആളിൽ നിന്നാണ് 1 കോടി കിട്ടി, അതാണ് ഐസക്കിന് കൊടുത്തത് എന്ന് പറയാലോ.
1 കോടി റുപ്യ ബാങ്കിലൂടെ തന്നില്ലെങ്കിൽ ഉണ്ടാവുന്ന നിയമ നടപടികൾ വേറെയാണ്. അത് പോട്ടെ. പിന്നെ അതിലുപരി 1 കോടി തന്നിട്ടുണ്ടെങ്കിൽ നീ എന്തുകൊണ്ട് ഷെയർ സർട്ടിഫിക്കറ്റ് വാങ്ങിയില്ലേ 4 കൊല്ലമായിട്ട്? നിനക്ക് ഷെയർ സർട്ടിഫിക്കറ്റ് 1 കോടി ഇഷ്യൂ ചെയ്യണമെങ്കിൽ 1 കോടി രൂപ കമ്പനി അക്കൗണ്ടിലേക്ക് വന്നിരിക്കണം. ഇല്ല എൻ്റെ അക്കൗണ്ടിലേക്ക് വന്ന് എൻ്റെ അക്കൗണ്ടിൽ കമ്പനി അക്കൗണ്ടിലേക്ക് പോയിരിക്കണം. നീ ഏതെങ്കിലും അക്കൗണ്ടിലേക്ക് പൈസ തന്നിട്ടുണ്ടോ? അത് തരാത്തതുകൊണ്ട് തന്നെ നിനക്ക് ഡയറക്ടർഷിപ്പ് നിങ്ങൾ തന്നിട്ടില്ല. നിനക്ക് ബാങ്കിൽ ലോൺ എടുക്കുന്നതിന് വേണ്ടി 1-2 ലെറ്ററുകൾ തരേണ്ടി വന്നു. അപ്പം ഞങ്ങൾ തന്നു. അപ്പോൾ ആ സമയത്ത് നീ ഞങ്ങൾ ഡയറക്ടറാണെന്ന് കാണിച്ചാൽ നിനക്ക് ഒന്നും കൂടി ബാങ്കിൽ നിന്ന് ലോൺ കിട്ടാൻ സൗകര്യം എന്ന് പറഞ്ഞപ്പോൾ ഡയറക്ടറാണെന്ന് കാണിച്ചൊരു ബ്രോഷർ ഉണ്ടാക്കി തന്നു. ഞങ്ങൾ ബ്രോഷർ ഡയറക്ടർ എന്നുവെച്ചാൽ നീ ഞങ്ങൾ തമ്മിലുള്ള വ്യവസ്ഥ എന്താണ്? നീ ഞങ്ങൾ തമ്മിലുള്ള വ്യവസ്ഥ ഈ വർക്കുകളെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ 12 കോടി 40 ലക്ഷം തോന്നുന്നു കരാറ്. അതിൽ നിന്ന് 1 കോടി രൂപ ഈ കമ്പനി ഡയറക്ടർഷിപ്പിന് വേണ്ടി ഞങ്ങൾ തരാം. ഞാൻ തരും, എൻ്റെ കമ്പനി ഞാൻ തരും. എൻ്റെ പേരിൽ ഡയറക്ടർഷിപ്പ് തന്നാൽ മതി. ഞാൻ നിങ്ങളൊപ്പം നിങ്ങളുടെ ഭാഗമായി ഉണ്ടാവും. നീ അങ്ങനെ പറഞ്ഞിട്ടല്ലേ ഈ വർക്ക് കിട്ടാൻ വേണ്ടി ഞങ്ങൾ വിശ്വസിപ്പിച്ചത്. അവിടെ മാത്രം എൻ്റെ കണക്കൂട്ടിൽ പഴച്ചത്. അത് നിന്നെ കൊണ്ടുവന്ന് എനിക്ക് എൻ്റെ ഒരു സ്നേഹിതനും അതുകൊണ്ട് മാത്രം കണക്കൂട്ടിൽ പഴച്ചത്. നിൻ്റെ ജാതകം എടുക്കാൻ ഞാൻ അന്ന് നിൻ്റെ ജാതകം എടുത്താൽ നീ അന്ന് 4 കേസിലെ പ്രതിയാണ്. ആ മീൻവല്ലം പണി എന്തായി? മീൻവല്ലത്തിൻ്റെ ഡീറ്റെയിൽസ് മുഴുവൻ ഞങ്ങൾ എടുത്തു വെച്ചിട്ടുണ്ട്. നീ പണ്ട് പാലങ്ങളുടെ ക്വാളിറ്റി ഒക്കെ പരിശോധിപ്പിക്കും. ഇനിയെല്ലാം പരിശോധിച്ചിട്ട് മുന്നോട്ട് പോയാൽ മതി. ഇപ്പോൾ ചിറ്റൂർ കേസ് എന്തായി? ഇപ്പം അടുത്ത് വിധി പറയുന്നുണ്ടല്ലോ, ഒരു പാവപ്പെട്ട പ്രളക്കാരൻ പണിയെന്ന വീട് എന്തായി ഇപ്പം കേസ്? കടമൽപ്പുറത്തെ കേസ് എന്തായി? പെരിന്തൽമണ്ണയിലെ LCP നേതാവിൻ്റെ മകൻ്റെ ബിൽഡിംഗ് പണിയ കേസ് എന്തായി? അവിടെ നിന്ന് കടി വരെ കിട്ടിയില്ലേ? അപ്പം നീ അത്ര മോശമാണ്. അതുകൊണ്ട് നിനക്ക് തറ സ്റ്റൈലിൽ പോവാം. നീ വരുത്തി വയ്ക്കുന്ന കടം ഞങ്ങൾ മരുഭൂമിയിൽ കഷ്ടപ്പെട്ട പ്രവാസികളായി ഞങ്ങൾ ഏബിലിസ കമ്പനി തീർക്കണമെന്ന് പറഞ്ഞാൽ നീ ഞങ്ങളെ കൂടെ കൊണ്ടുപോയിട്ടൊന്നുമില്ലോ. ആരെയും എവിടെയും കിടക്കാനോ ഇരിക്കാനോ കളിക്കാനോ കുടിക്കാനൊന്നും. ഇത് നിനക്ക് എന്തിനും ഞങ്ങളത് ഏൽക്കണേ? ഞങ്ങൾക്ക് അതിൻ്റെ ആവശ്യമില്ല എന്ന് വയ്ക്കുക. നീ വരുത്തി വെച്ച കടം നീ തീർക്കണം. അതിന് ഞങ്ങളുടെ അക്കൗണ്ടിലേക്ക് അല്ല ഇടുക. ഇനി ഇതെല്ലാം പോട്ടെ, ഇതെല്ലാം ഒരു കൃത്യമായ മറുപടിയെ തന്നെന്ന് മാത്രം. നീ അങ്ങനെ ഡയറക്ടർഷിപ്പിലേക്ക് എനിക്ക് 1 കോടി റുപ്യ തന്നിട്ടില്ല, ഒരു പൈസ തന്നിട്ടില്ല. അത് നിനക്കറിയാം, എനിക്കും അറിയാം, ദൈവത്തിനും അറിയാം. ഒരു രേഖ നിനക്ക് അതിനെ ഹാജരാക്കാൻ പറ്റില്ല. പിന്നെ നിനക്ക് പുതുശ്ശേരി പഞ്ചായത്തിലെ അനന്തകൃഷ്ണനെ പോലെയുള്ള ഇല്ലെങ്കിൽ രാംകുമാർ എന്തോ അദ്ദേഹത്തിനെ പോലെ 2-3 പേരടുത്ത് പോയി കണ്ട് കഥ പറയാം. അവർ വിശ്വസിക്കും. കാരണം നിൻ്റെ നേതാവ് തങ്കപ്പേട്ടൻ ശ്രീ തങ്കപ്പനാണല്ലോ അവരടുത്തേക്ക് പറഞ്ഞു. തങ്കപ്പേട്ട ഞാൻ എന്ത് ദ്രോഹം ചെയ്തിട്ടാണെന്നല്ലേ തങ്കപ്പേട്ട എൻ്റെ മേൽ കെട്ടുതരാൻ വരുന്നത്. നിനക്ക് സഹായിക്കാൻ ഇവിടെയുള്ള ആകെ കൂടുതൽ ആൾ ഈ ഇന്ത്യയിലുണ്ടെങ്കിൽ അത് തങ്കപ്പൻ മാത്രമാണ്. തങ്കപ്പേട്ടൻ കോൺഗ്രസ് DCC പ്രസിഡന്റ്. എന്തിനു വേണ്ടിയാണ് ചെയ്യുന്നത് എനിക്കറിയില്ല. ഞാൻ അദ്ദേഹത്തിന് പ്രഷർ കൊടുക്കാനും പോയില്ല. എനിക്ക് കോൺഗ്രസ്സിൽ പ്രഷർ കൊടുക്കാവുന്ന ആൾക്കാർ എൻ്റെ കൂടെ ഉണ്ട്, സപ്പോർട്ടും ഉണ്ട്. ഞാൻ കൊടുക്കാൻ പോയിട്ടില്ല. കാരണം അത് ഞാൻ വില വെച്ചിട്ടില്ല. അതുകൊണ്ടാണ് പ്രഷർ കൊടുക്കാൻ. അദ്ദേഹമാണ് പല പൊസിഷനിലും എനിക്ക് ഞങ്ങളുടെ കമ്പനിക്കെതിരെ വിളിച്ചത് നിനക്ക് വേണ്ടിയിട്ട്. എൻ്റെ വീട്ടിൽ ആസിഡ് ബൾബ് എറിഞ്ഞാൽ ആൾക്ക് വിഷമമില്ല. കേശവദേവ് പാവാന്നാണ് ആൾ വിളിച്ച് പറഞ്ഞത്. അപ്പം ഞാൻ എന്താ ദുഷ്ടനും ക്രൂരനാണോ? ഞാൻ എന്താ പാവല്ലേ? ഞാൻ എൻ്റെ ഭാര്യ ഒറ്റയ്ക്ക് താമസിക്കുന്ന വീട്ടിൽ വന്ന് പടക്കെറിഞ്ഞിട്ട് നിനക്ക് പേടിപ്പിക്കാം. അത് സാധാരണക്കാരുടെ അടുത്ത് പറ്റില്ല. പണക്കാരെ നീ പേടിപ്പിച്ചോ, അവർ ഭയക്കും. ഇവിടെ ഓട്ടോറിക്ഷ ഓടിച്ചും കൂലിപ്പണി എടുത്തും മീൻ വിറ്റും ചാള വിറ്റും മുറുക്ക് വിറ്റും കായ കച്ചവടം നടത്തി വിൽക്കണമെങ്കിൽ പേടിപ്പിക്കാൻ പോകുമ്പോൾ സൂക്ഷിച്ച് പേടിപ്പിക്കാൻ പോകണം. അവനൊക്കെ ഇവിടുന്ന് പണി പഠിച്ച് വലുതായിട്ടുള്ളവനാണ്. ആ റേഞ്ചിൽ നീ എന്നെ കൂട്ടാവൂ. ലയൺസ് ക്ലബ്ബ് മെമ്പറായിട്ടോ ഇല്ലെങ്കിൽ മറ്റുള്ള ക്ലബ്ബ് മെമ്പറായിട്ടോ അല്ലെങ്കിൽ വലിയ വലിയ ക്ലബ്ബുകളിലെ മെമ്പറായിട്ട് വലിയൊരു സ്ഥാനങ്ങളിൽ നിൽക്കുന്നവനായിട്ടൊന്നും നീ എന്നെ കണക്കൂട്ടരുത്. ഓട്ടോറിക്ഷ ഡ്രൈവറായിട്ട് മാത്രമേ കാണാവൂ. അതാണ് എൻ്റെ ക്വാളിഫിക്കേഷൻ, എൻ്റെ സ്റ്റാൻഡേർഡ്. അതിനൊരു ഇഞ്ച് ഞാൻ വ്യത്യാസം വന്നില്ല. എൻ്റെ സ്വഭാവം 54 വയസ്സായിട്ടും ആ റേഞ്ചിൽ തന്നെയാണ് ഞാൻ പോണത്. ഞങ്ങൾ ഓട്ടോറിക്ഷക്കാരും മോശക്കാരും എന്നല്ല കേട്ടോ. ചില സമയങ്ങളിൽ അതിൻ്റെ കഴിവ് വേറെയാണ്. അവിടെ നിന്ന് വളർന്നവനാണ് ഇന്ന് ഇതുവരെ എത്തിയത്. അപ്പോൾ അതുകൊണ്ട് അതിലേക്കൊന്നും ഞാൻ കിടക്കണില്ല. പലവരും ഈ പൊസിഷനിലേക്ക് എത്തിയിട്ടുള്ളത് അങ്ങനെ വളർന്നവരാണ്. അപ്പോൾ അതുകൊണ്ട് ആ ഒരു റേഞ്ചിലേക്ക് ഞാൻ ഇനി ആ വിഷയത്തിൽ ഞാൻ കിടക്കണില്ല. നിന്നെ സഹായിക്കുന്നവർ സഹായിക്കട്ടെ, ആരും നിന്നെ സഹായിക്കട്ടെ. പക്ഷെ അവരോടൊക്കെ എനിക്കൊരു മുന്നറിയിപ്പ് തരാനുള്ളത്, കേസ് കോടതിയിലാണ്. എന്നെ വധിക്കാൻ ശ്രമിച്ച കേസും അവൻ തമ്മിലുള്ള സിവിൽ കേസും. അതിൻ്റെ ഇടയിൽ കയറി ആരെങ്കിലും അനാവശ്യമായി കളിക്കാൻ വന്നാൽ ഞാൻ ഏതറ്റം വരെയും പോകും. അതെൻ്റെ 140 ആൾക്ക് വേണ്ടിയിട്ടാണ്.
അതിലൊരു സംശയം വേണ്ട. നിയമം നിങ്ങളൊക്കെ കാണാനായിട്ട് വലിയ നിയമം കണ്ടിട്ടാണ് ഞാൻ വലുതായി. ഞാൻ അതുകൊണ്ട് തന്നെയാണ് മോഹൻലാലിൻ്റെ വീട് 4 ആന കൊമ്പ് പിടിച്ചെന്ന്, ശ്രീ പ്രശസ്ത സിനിമ നടൻ മോഹൻലാലിൻ്റെ വീട് 4 ആന കൊമ്പ് പിടിച്ചു എന്ന് പരസ്യമായി പറഞ്ഞത് കോടതിയിൽ പോയി പറഞ്ഞത് ഞാനാണ്. മലബാർ സിമൻസിൽ ശശീന്ദ്രൻ്റെ മരണം ആത്മഹത്യയാണെന്ന് കോടതിയിൽ പോയി പറഞ്ഞത് ഞാനാണ്. സോളാർ കേസിൽ ഉമ്മൻചാണ്ടിക്ക് മറ്റുള്ള രീതിയിലുള്ള ബന്ധങ്ങളില്ല, എന്നാൽ അവിടെ ഇതുമായി നടന്ന ചില ബിസിനസ് ഡീൽ നടന്നിട്ടുണ്ടെന്ന് സോളാർ കമ്മീഷനിൽ ബി പാർട്ടി സെക്കൻഡ് പരാതിക്കാരായി പറഞ്ഞ ഞാനാണ്. മുക്ക് ഓർഫനേജിലേക്ക് അന്യനാട്ടിൽ നിന്ന് കുട്ടികളെ കൊണ്ടുവരുന്നത് പരിശോധിക്കണമെന്ന് പറഞ്ഞ് CBI കൊണ്ട് അന്വേഷിപ്പിച്ച് ഞാനാണ്. ബാർക്കോഴയിൽ തിരിമറി അന്വേഷിക്കണം, സാമ്പത്തിക തട്ടിപ്പ് അന്വേഷിക്കുന്ന തിരുവനന്തപുരം വിജിലൻസ് കോടതി പോയി പറഞ്ഞ ഞാനാണ്. മലബാർ സിമൻസിലെ അഴിമതി അന്വേഷിക്കുന്ന പറഞ്ഞ ഞാനാണ്. ഇരുമ്പൂർ കമ്പനികൾ വൈദ്യുതി മോഷണം പിടിക്കണം, അവിടെ കോടിക്കണക്കിന് വൈദ്യുതി മോഷണം നടക്കുമെന്ന് പറഞ്ഞ് റെയ്ഡ് പിടിപ്പിച്ച് ഞാനാണ്. അവിടെ നടക്കുന്ന മനുഷ്യാവകാശ ലംഘനങ്ങൾ, അവിടുത്തെ പാവപ്പെട്ട അന്യ സംസ്ഥാന തൊഴിലാളികൾ മരണപ്പെടുമ്പോൾ അത് കോയമ്പത്തൂർ പല ഹോസ്പിറ്റലിൽ കൊണ്ടേക്ക് എടുത്ത് ബന്ധക്കാരവിടെ വിളിപ്പിച്ച് 1 ലക്ഷം 2 ലക്ഷം കൊടുത്ത് സെറ്റിൽ ചെയ്ത് വിടുന്ന പരിപാടി നിർത്തണം, കേരളത്തിൽ ചികിത്സ കൊടുക്കണം എന്ന് പറയുന്ന പരാതി കൊടുത്തത് ഞാനാണ്. അങ്ങനെ 100 കണക്കിന് പരാതി കൊടുത്ത് ഫൈറ്റ് ചെയ്ത് ഈ സമൂഹത്തിന് വേണ്ടി ജീവിക്കുന്ന ഒരാളാണ് ഞാൻ. അത് ഈ സമൂഹത്തിൽ നിന്ന് എനിക്ക് കിട്ടിയ അനുഭവത്തിൽ നിന്ന് പഠിച്ചതാണ്. ചെറുപ്പത്തിൽ കേരള പോലീസിൽ നിന്ന് ഞാൻ പഠിക്കേണ്ടി വന്നു. എൻ്റെ ഫാദർ പോലീസുകാരനാണ്, എൻ്റെ അപ്പൻ്റെ അപ്പൻ പോലീസുകാരനായിരുന്നു. അവരൊക്കെ ഉണ്ടായിട്ടും പോലീസിൽ നിന്ന് പഠിക്കേണ്ടി വന്ന ഒരു പാഠം ഇന്നും എൻ്റെ മനസ്സിലുണ്ട്. ആ പാഠത്തിൽ നിന്ന് ഉൾക്കൊണ്ടാണ് ഞാൻ ആൻറ്റി കറപ്ഷൻ ഹ്യൂമൻ റൈറ്റ്സ് രൂപീകരിച്ചത്. അത് രൂപീകരിക്കുമ്പോൾ നീ ഒരു കാര്യം മനസ്സിലാക്കണം, VR കൃഷ്ണയിലാണ് എന്നെ ഭദ്രദീപം കൊടുത്തത്. അതാണ് എൻ്റെ മറ്റൊരു പ്രത്യേകത. ഇന്നും ആ ഭദ്രദീപം കെടാതെ ഞങ്ങൾ സൂക്ഷിച്ചിട്ടുണ്ട്. ഒരുത്തിനും എനിക്കതിൽ ഒരു അഴിമതി കുത്തിപ്പോയി കൊണ്ടുവരാൻ പറ്റില്ല. പലവർക്കും വേണ്ടി പല കേസുകൾ ഞാൻ മധ്യസ്ഥ വഹിച്ചിട്ടുണ്ട്, പലർക്കും വേണ്ടി പല വിഷയങ്ങൾ ഞാൻ സംസാരിച്ചിട്ടുണ്ട്. ഒരാളും മലബാർ സിമൻസിൽ ഇന്ന് കേസുകളിൽ അനാവശ്യമായിട്ടല്ലയോ കോടതി വാങ്ങിയിട്ട് പ്രതിയാക്കപ്പെട്ട VM രാധാകൃഷ്ണൻ്റെ അടുത്ത് പോലും ഞാൻ പൈസ വാങ്ങിയെന്ന് പറയാൻ പറ്റില്ല. ഒരാളേക്കൊന്നും ഒരു സെറ്റിൽമെൻറ്റ് ഞാൻ പോയിട്ടില്ല. പിന്നെ എൻ്റെ കേസ് നടത്തിയ വക്കീൽമാർ ഇന്ന് 2-3 പേര് ഏറ്റവും ഉന്നത പദവിയിലേക്ക്, അവരുടെ പേര് ഞാൻ പറയുന്നില്ല. ബാക്കിയുള്ളവർ ADGP മുതൽ പല തസ്തികകളിൽ ഇരിക്കുകയാണ്. അതുകൊണ്ട് അവരുടെ പേരുകളൊന്നും ഞാൻ പറയുന്നില്ല. അങ്ങനത്തെ പ്രഗത്ഭരായ സീനിയർ അഭിഭാഷകരാണ് എൻ്റെ കേസിൽ നടത്തിക്കൊണ്ട് പോകുന്നത്. അതിനൊക്കെ ഞങ്ങൾ ഫയൽ തയ്യാറാക്കുന്നത് BH മൻസൂർ എന്ന് പറയുന്ന ഞങ്ങൾ ലീഗൽ അഡ്വൈസറും ശ്രീപ്രകാശ് എന്ന് പറഞ്ഞ പാലക്കാട് അഡ്വക്കേറ്റാണ്. അവർ 2 പേരാണ് എനിക്ക് ചുക്കാൻ വേണ്ടി. ഞങ്ങൾക്ക് 500 വക്കീൽമാരുന്നില്ല. പക്ഷേ അവിടെ നിന്നാൽ ഓരോ കേസിന് ഏത് സീനിയർ അഭിഭാഷകൻ വരുന്നോ അവരവിടെ വന്നിട്ടുണ്ട്. അതാണ് ഞാനും ഹൈക്കോടതിയും തമ്മിലുള്ള ബന്ധം. ചിലർ പേരുകളിൽ പറയാൻ പറ്റില്ല, അവരൊക്കെ ഉന്നത പദവിയിലിരിക്കുന്നവരായതുകൊണ്ട്. ഇനി പോലീസിലും എന്നോടുള്ള സ്നേഹം അങ്ങനെ തന്നെയാണ്. എൻ്റെ നിലപാടുകളും ചെറുപ്പത്തിൽ ഞാൻ വളർന്നു വന്ന് ഞാൻ ഉയർന്നു വന്ന കാലത്തുള്ള ചില CIമാരും DSPമാരൊക്കെ ഇന്നത്തെ ഏറ്റവും ടോപ്പ് ലെവലിലിരിക്കുന്ന ഉദ്യോഗസ്ഥന്മാരാണ്. അവർക്കൊക്കെ തൃശ്ശൂർ ജില്ലയിൽ ജോലി ചെയ്ത് പോയവർക്ക് പലർക്കും എന്നെ അറിയാം, ഞാൻ ആരാണ്, എന്താണ്, എങ്ങനെയാണ്. അത് പോയിന്റ് മനസ്സിലായ. അപ്പോൾ ഇതൊക്കെ രാഷ്ട്രീയം കൊണ്ട് നേടിയതല്ല, ഇതെല്ലാം എൻ്റെ അധ്വാനത്തിൻ്റെ ഫലമായും എൻ്റെ പ്രവർത്തികളിൽ സമൂഹത്തിന് വേണ്ടി പ്രവർത്തിച്ചതിൻ്റെ ഫലമായിട്ട് നേടിയതാണ്. അതും കൂടി കേശവത്തിനോടൊപ്പം മനസ്സിലാക്കുന്നത് നല്ലതാണ്. ഞാൻ അവസാനിപ്പിക്കാൻ പോവുകയാണ്. 33 മിനിറ്റായി. ഇത് കേൾക്കുന്നവർക്ക് എത്രത്തോളം എങ്ങനെയാവുമെന്ന് അറിയില്ല, പക്ഷേ എങ്കിലും ഇത് പറയാതെ പോകാൻ പറ്റാത്തതുകൊണ്ടാണ്. ഒരു മനുഷ്യനെ കൊല്ലാൻ ശ്രമിച്ചാൽ, ഒരു കുടുംബത്തെ നശിപ്പിക്കാൻ ശ്രമിച്ചാൽ, വെറും ഒരു കൺസ്ട്രക്ഷൻ പണി കൊടുത്തതിൻ്റെ പേരിൽ അനുഭവിക്കേണ്ടി വന്ന വേദന പറയാൻ തീർക്കാൻ പറ്റില്ല. അപ്പം ഞാൻ ഈ സമൂഹത്തിനോട് പറഞ്ഞത്, കേശവദേവിന് ഞാൻ 7 കോടി രൂപയും 1 കോടി രൂപ ഡയറക്ടർഷിപ്പിന് വാങ്ങിയെന്നാണ് പറയുന്നത്. ഈ 1 കോടി ഡയറക്ടർഷിപ്പിന് കാര്യം ഞാൻ നിങ്ങൾക്ക് വ്യക്തമാക്കി തന്നു. അവന് കോടതി പോട്ടെ, ഞാനത് തെളിയിച്ചോളാം. എനിക്ക് അങ്ങനെ ഒരു സാമ്പത്തിക ഇടപാട് കേശവദേവും ഞാൻ തമ്മിൽ നടന്നിട്ടില്ല. കേശവദേവിൻ്റെ അടുത്ത് അങ്ങനെ ഒരു സാമ്പത്തിക ഇടപാട് നടത്തിയിട്ടുമില്ല, തന്നിട്ടുമില്ല. ഒരു അക്കൗണ്ടിലുള്ള അങ്ങനെ ഡീലിംഗ് ഇല്ല, ഒരു രേഖയും ഇല്ല. അവൻ ഞങ്ങൾ ഡയറക്ടറോട് എഴുതി കൊടുത്തത് ബാങ്കിൽ കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അത് അവൻ ഡയറക്ടറാണ്. കമ്പനിയുടെ പാനൽ ഞങ്ങളുടെ ROC രജിസ്ട്രേഷനിൽ കാണും. അതല്ലാതെ വേറെ എവിടെയും രേഖ, അതാണ് രേഖ. കമ്പനി ഡയറക്ടർ പറഞ്ഞ രേഖ ഉണ്ടാവും അവിടെയാണ്. അത് കമ്പനിയിൽ പണം അടച്ചവർക്ക് മാത്രമേ ഉണ്ടാവുള്ളൂ. അത് അടച്ച 150 ആൾക്ക് രേഖയുണ്ട്. ഞങ്ങൾ ഈ ഗൂഢാലോചനയിൽ പങ്കെടുത്ത
പ്രദീപിനടക്കം ആ രേഖയുണ്ട്, സർട്ടിഫിക്കറ്റ് കയ്യിലുണ്ട്. പിന്നെ വ്യാജ സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കിയ അതൊക്കെ നമുക്ക് അന്വേഷിച്ച് തെളിയിക്കാമല്ലോ. അതിനെ കുറേ സീരിയൽ നമ്പറും കുറേ ഒപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, നമുക്ക് അപ്പം നോക്കാം. അപ്പോൾ എനിക്ക് അവസാനമായിട്ട് ജനങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി പറയാനുള്ളത് നിങ്ങളോട് റിക്വസ്റ്റ് ചെയ്യും. കേശവത്തിന് 7 കോടി രൂപ ഞങ്ങൾ കൊടുക്കാണ്ടെന്ന് കോടതിയിൽ പറഞ്ഞ നിലയ്ക്ക്, അവൻ കേസ് ശക്തമായി നടത്തുന്ന നിലയ്ക്ക്, അവൻ 20 ലക്ഷം രൂപ കെട്ടിവെച്ച നിലയ്ക്ക് അവൻ ചെയ്യേണ്ട കാര്യം എന്താ വെച്ചാൽ, ഈ 5 കോടി 40 ലക്ഷത്തിൻ്റെ ഒരു സെൻസ് അടച്ച ഒരു സെക്സ് ഒന്നും സംഭവം മറ്റേ സെൻസ് കാര്യങ്ങൾ ഒന്നും അടച്ചിട്ടില്ല, അത് പോട്ടെ. ഈ 7 കോടിയും കൂടി മാളിൽ ചിലവാക്കിയല്ലോ. മാളിൽ ചിലവാക്കിയിട്ടുണ്ടെങ്കിൽ മാളിലേക്കാണുള്ള സാധനങ്ങൾ മേടിച്ചിട്ടുണ്ടാവുക. ദേവ ബിൽഡേഴ്സിൻ്റെ പേരിൽ ഞങ്ങളുടെ പേരിലാവട്ടെ, ദേവ ബിൽഡേഴ്സിൻ്റെ പേരിലും ഫോർച്യൂണിൻ്റെ പേരിലേക്കായി ഞങ്ങൾ GSTയിലോ അവൻ്റെ GSTയിലോ സാധനം മേടിച്ചിട്ട് മാള് പണിയാനുള്ള മെറ്റീരിയലുകളാണല്ലോ മേടിക്കുക. അതിൻ്റെ GST ബില്ലുണ്ടാവുമല്ലോ. 7 കോടി ബ്ലാക്ക് വാങ്ങിയോ, എന്നാൽ പിന്നെ അവൻ ശിക്ഷ അനുഭവിക്കേണ്ടവനാണ്. 7 കോടിക്കുള്ള പർച്ചേസിങ് മാള് നടത്തിയിട്ട് മാള് തീർത്തിട്ടുണ്ടെന്നാണ് അവ അവകാശപ്പെടുന്നത്. അങ്ങനെ 7 കോടിക്കുള്ള സാധനങ്ങൾ മേടിച്ച GST ബില്ല് അവ എന്ത് ചെയ്യണം? ബഹുമാനപ്പെട്ട കോടതിയിൽ ഫയൽ ചെയ്യണം. എൻ്റെ രേഖയ്ക്കൊപ്പം ഞാൻ പണിത 5 കോടി 40 ലക്ഷം രൂപ തന്നു എന്ന് പറഞ്ഞ എൻ്റെ GST ബില്ലും, അതിനുശേഷം ഞാൻ 7 കോടി ചിലവാക്കിയ എൻ്റെ GST ബില്ലും ബഹുമാനപ്പെട്ട കോടതിയിൽ സമർപ്പിക്കുന്നു. കേസ് അവൻ ജയിച്ചില്ലേ, ഞങ്ങൾക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. പിന്നെ അവൻ 100% ജയിക്കുമല്ലോ. കാരണം 12 കോടി ചിലവാക്കി GST ബില്ലുള്ള ഒരാളുടെ അടുത്ത് പിന്നെ ഞങ്ങൾക്ക് എന്ത് തർക്കം? അതാണ് അന്തസ്സുണ്ടെങ്കിൽ, ഒറ്റ തന്തയ്ക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഒരു പാരമ്പര്യമാണെങ്കിൽ കേശവദേവ് ചെയ്യേണ്ടത്. മറ്റുള്ള പാവപ്പെട്ടവനെ പേടിപ്പിച്ചാൽ ഞാൻ ഉമ്മാക്കി കാണിച്ച് ഇങ്ങോട്ട് വരരുത്. നീ 4 ഗുണ്ടകളെ കാണിച്ചാൽ ഞാൻ പേടിച്ചു നീ കരുതരുത്. നീ ശരിക്കുള്ള ഗുണ്ടകളെയും ശരിക്കുള്ള ഗുണ്ടായുസും ശരിക്കുള്ള ഒന്നും നീ കണ്ടിട്ടില്ല എന്നുള്ളതാണ് മറ്റൊരു സത്യം. ഇപ്പം ഗുളിക കഴിച്ച് വരുന്ന 4 പിള്ളേരെ കാണിച്ചിട്ട് എന്നെ പേടിപ്പിക്കല്ലേ. ചിലപ്പോൾ മരിച്ചു വീഴുമായിരിക്കാം, പക്ഷെ അത് പിന്നിന്ന് കുത്തണം. മുന്നിൽ നിന്നൊന്നും നിനക്കെന്നെ തട്ടിയിടാൻ ഈ ജന്മം തന്നാൽ ഈ ജന്മത്തിൽ എനിക്കത് സാധിക്കില്ല. മനസ്സിലായ? അത്രയാണ് എനിക്ക് കേശവദേവന് മറുപടി പറയാനുള്ളത്. നീ അത്ര സത്യവാനും നല്ലവനും കറക്റ്റുമാണെങ്കിൽ ബഹുമാനപ്പെട്ട കോടതിയിൽ ഈ 7 കോടി രൂപയുടെ GST ബില്ല് സമർപ്പിച്ച അന്ന് പൊതുജനങ്ങൾ മുന്നേ വെച്ചിട്ട് പത്രസമ്മേളനം വിളിച്ച് അവിടെ വെച്ച് നമുക്ക് 7 കോടി ഞങ്ങൾ തരും. നീ ആണാണെങ്കിൽ ആ 7 കോടിയുടെ GST ബില്ല്, 7 കോടി ഞങ്ങളെ മാളിന് വേണ്ടി പർച്ചേസ് ചെയ്ത GST ബില്ല് നീ സമർപ്പിക്കുക കോടതിയിൽ. കേസ് അപ്പോഴേ തീർന്നില്ലേ. നീ എന്തിനെ പൈസ വേണ്ടി നടത്താൻ പോണേ? എൻ്റെ ഒരു ടൈപ്പ് രേഖയും കോടതി നടക്കില്ല മോനെ. 26ഓളം പൊതു താല്പര്യ ഹർജി ഫയൽ ചെയ്ത ഒരാളാണ് ഞാൻ. അതിനനുസരിച്ചുള്ള പരാതികൾ വിവിധ ഡിപ്പാർട്ട്മെൻറ്റിൽ കൊടുത്ത ആളാണ്. അപ്പോൾ എത്രമാത്രം രേഖകൾ ഞാൻ സൂക്ഷിക്കണമെന്ന് ഇന്ന് ആലോചിച്ചു. പിന്നെയാണ് നിൻ്റെ ഒരു പണിയറിയാത്തൊരു വൃത്തികെട്ടൊരു കോൺട്രാക്ടറെ രേഖകൾ ഞാൻ സൂക്ഷിക്കാണ്ടിരിക്കും. അന്ന് മുതൽ നിൻ്റെ രേഖകൾ സൂക്ഷിക്കേണ്ടത് ഓരോന്നായിട്ട് ഞാൻ സൂക്ഷിക്കുന്നുണ്ട്. ഇപ്പം നീയായിട്ട് കൊണ്ടുവന്ന കുറേ രേഖകളുമുണ്ട്, അതും ഞാൻ സൂക്ഷിക്കുന്നുണ്ട്. അതിനെ സമ്മാനം ഇപ്പോൾ അടുത്തൊരു പത്രസമ്മേളനം ഉണ്ട്, ഞാനായിട്ട് പങ്കെടുക്കണമെന്നില്ല. നീ മോശമായി പെരുമാറിയ ഒരു സ്ത്രീയുടെ ഭാഗത്ത് നിന്ന് ഒരു പത്രസമ്മേളനം വരുന്നുണ്ട്. അത് നീ കൊണ്ടുവന്ന് അവിടെ അന്ന് 24 പേരോട് തടിപ്പിക്കാൻ പറ്റുമെങ്കിൽ തടിപ്പിക്ക്. തെളിവും രേഖകളില്ലാതെ ഐസക്ക് ഒരാൾക്ക് സപ്പോർട്ട് ചെയ്യാറില്ല, ഒരാളെ കൂടി നിൽക്കാറില്ല. തെളിവ് രേഖയായിട്ട് അവരവിടെ വരും, നിൻ്റെ ഫോൺ കോളുകളും വരും, തെളിവുകളായിട്ടും വരും, പരാജയം വരും. നീ അതൊന്ന് ഫേസ് ചെയ്ത് ജയിക്കും. എന്നിട്ട് നമുക്ക് ഇനി അടുത്ത മുട്ടിലേക്ക് കിടക്കാം. ഞാൻ നീയായിട്ട് മുട്ടാൻ തയ്യാറായിട്ട് ഞാൻ നടക്കണം. അതിൻ്റെ ശക്തിയാണ് ഞാൻ മാളുടെ കോപ്പറേറ്റീവ് ഓഫീസ് തുറന്ന് എനിക്ക് കാണിച്ചത്. നീ തുറക്കണ തലേ ദിവസം 4 കോൺഗ്രസ്സുകാരെ വിട്ട് എന്നെ ഒന്ന് സംസാരിക്കുന്നത്. അവർ വന്നൊരു അക്ഷരം മിണ്ടാൻ പറ്റാതെ പോയി. ആ ഒരൊറ്റ ഫ്ലോറേ ഞാൻ കാണിച്ചു കൊടുത്തുള്ള ഗ്രൗണ്ട് ഫ്ലോർ മാത്രം. പിന്നെ ഞാൻ സ്ട്രെങ്ത്തിൽ കൊടുത്ത കോളങ്ങളും ഒരക്ഷരം മിണ്ടാതെ അവർ പോയി. അത് അവർക്ക് മര്യാദയുണ്ട്, സംസ്കാരമുണ്ട്, അവർക്ക് അറിവുണ്ട്. അത് ഞാൻ മനസ്സിലാക്കിയോ. ഇനി ഞാൻ കൂടുതൽ സംസാരിക്കുന്നില്ല. എനിക്ക് പൊതുജനങ്ങളോട് പറയാനുള്ളത് ഇതാണ് സത്യം. എൻ്റെ പെരുമാറ്റത്തിലും എൻ്റെ ശൈലിയിലും പലർക്കും ഇഷ്ടപ്പെടില്ലായിരിക്കാം, എൻ്റെ നിലപാടും പലർക്കും ഇഷ്ടപ്പെടില്ലായിരിക്കാം. പക്ഷെ ഞാൻ ഇങ്ങനെയാണ്. ഞാൻ കറക്റ്റ് അല്ലാത്തൊരു കാര്യം ഞാൻ ഇടപെടാറില്ല. അതിന് ഒരാളുടെ ഒത്താശ ഞാൻ വാങ്ങാറില്ല. ഞാൻ മിണ്ടിയാൽ എൻ്റെ പെൻഡ്രൈവിലും എൻ്റെ ക്യാമറയിലും ഒക്കെ അത് റെക്കോർഡ് ആവാറുണ്ട്. എവിടെ പോയിരുന്നാലും ആരെടുത്ത് പോയിരുന്നാലും അത് എൻ്റെ ഒരു പ്രത്യേകതയാണ്. കാരണം ഒരു പ്രാവശ്യം വീണോടുത്ത് എഴുന്നേറ്റ് വന്ന് വളർന്നവനാണ് ഞാൻ. ഇനിയൊരു വീഴ്ച അത് എനിക്ക് ജീവിതത്തിൽ ഉണ്ടാകാൻ പാടില്ലാതെ വിശ്വസിച്ച് നടക്കുന്ന ഒരാളാണ്.
എന്ന് വെച്ച് ഒരാളെ ഞാൻ ചൂഷണം ചെയ്തിട്ടില്ല. തെളിവ് സഹിതം നിങ്ങൾ ആരെ കൊണ്ടു നിർത്തിയാലും അത് അന്തസ്സായിട്ട് തീർക്കാൻ ഇന്ന് കഴിവുണ്ട്, സൗകര്യമുണ്ട്, സ്വത്തുമുണ്ട്, പണമുണ്ട്. അതാണ് എനിക്ക് നിങ്ങളുടെ അവസാനമായിട്ട് പറയാനുള്ളത്. ഇപ്പം എന്നെ സ്നേഹിക്കുന്നവരെ മാത്രമേ ഞാൻ സപ്പോർട്ട് ചെയ്യാറുള്ളൂ. എന്നെയായിട്ട് ബന്ധമുള്ളവരെ മാത്രമേ ഞാൻ സപ്പോർട്ട് ചെയ്യാറുള്ളൂ. എൻ്റെ അടുത്ത് സഹായം ചോദിച്ചു വന്നവരെ ഞാൻ സഹായിക്കാറുള്ളൂ. എൻ്റെ നിലപാടുകൾ എത്ര വലിയ നേതാവാണെന്ന് ഞാൻ മുഖത്തോക്കി പറഞ്ഞിട്ടുണ്ട്. ഇല്ലേ, യൂട്യൂബിലൂടെ പറഞ്ഞിട്ടുണ്ട്. അവന് എന്താ അവർക്ക് തന്നെ അയച്ചു കൊടുത്തിട്ടുണ്ട്. അങ്ങനെയൊന്നും ഉമ്മാക്കി കാണിച്ച് എന്നെ പേടിപ്പിക്കരുത്. ഇത് ഞാൻ പൊതുസമൂഹത്തിൻ്റെ മുന്നിൽ എൻ്റെ അനുഭവങ്ങളും ഇതിൻ്റെ കഥകളും വിശദീകരിച്ചാണ്. ഇതാണ് സത്യം. ഇനി ഈ ദേവ ബിൽഡേഴ്സിൻ്റെ ഈ വൃത്തികെട്ട കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു ചർച്ചയോ ഒരു യൂട്യൂബ് ചാനലോ ഞാൻ ഇറക്കില്ല. ഇനി അവൻ തുടങ്ങി വെച്ചാൽ മാത്രമേ അതിന് മറുപടി ഞാൻ പറയുള്ളൂ. ഇതാലും നിർത്തുന്നു. നിങ്ങൾക്ക് വളരെ എന്നെ സഹിച്ചതിന് നന്ദിയുണ്ട്. ഇതെൻ്റെ കൂട്ടുകാർക്കാണ് അയച്ചു കൊടുക്കുന്നത്, എനിക്ക് വേണ്ടപ്പെട്ടവർക്കും. ഇത് ഇനിയും പല ഗ്രൂപ്പുകളിലും വരാം, പല ഗ്രൂപ്പുകളിലേക്ക് അത് ഫോർവേഡായി വരും. പക്ഷെ അത് ഇതാണ് ഈ സമൂഹം, ഇതാണ് ഈ ലോകം എന്നുള്ളത് മാത്രം ഒന്ന് അറിയിച്ച് ഞാൻ നിർത്തുന്നു. നമസ്കാരം. താങ്ക് യു.